ഹായ്, ഇന്നലെ നമ്മൾ ചെറിയൊരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. നിങ്ങളുടെ പഠിത്തത്തെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന എല്ലാ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് അതിൻ്റെ ചുറ്റും ഒരു ഷീൽഡ് ഉണ്ടാക്കി വെക്കുന്ന ഒരു സർജറി. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടിട്ട് ഇത് കാണും. കൂടുതൽ പേർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ടെൻഷൻ പേരൻസിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു. ആ കാര്യമാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം ഇപ്പം നിങ്ങളുടെ മോഡൽ എക്സാമിന് കിട്ടുന്ന മാർക്കും റാങ്കൊക്കെ കണ്ട് ഡെസ്പാകുന്നതാണ്. ഇങ്ങനെ റിസൾട്ട് കുറയുമ്പം ഇനി അങ്ങോട്ട് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ശരിക്കും അത് സെൽഫ് ഡൗട്ടാണ്. ഈ സെൽഫ് ഡൗട്ടിനെ നമുക്ക് മനസ്സിൽ നിന്ന് പുറത്താക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ആ ഒരു ഡൗട്ടിനെ എടുത്ത് ചവിട്ടി പുറത്താക്കണം. കാരണം അത് വളരെ യൂസ്ലെസ് ആയിട്ടുള്ളൊരു തോട്ടാണ്. ഞാൻ യൂട്യൂബിലിട്ട ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ ഒരു സ്റ്റാറ്റ് പറഞ്ഞായിരുന്നു. അതായത് നിങ്ങളുടെ ഒരു NCERT ടെക്സ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈസ് ഏകദേശം ഒരു 60 MB 70 MB ഒക്കെ കാണുള്ളൂ. അതേസമയം നമ്മുടെയൊക്കെ ബ്രെയിനിൻ്റെ ആവറേജ് മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 2.5 മില്യൺ GB ആണ്. ഇത് മെമ്മറിയുടെ കാര്യം മാത്രമാണ്. സോ ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കഴിവിനെ കുറിച്ച് നിങ്ങൾ ആരും വറി ചെയ്യരുത്. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാനും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സും പിന്നെ കുറച്ച് ക്ഷമയും. നിങ്ങളുടെ എക്സാംസിനൊക്കെ മാർക്ക് കുറയുമ്പോൾ എന്തായാലും കുറച്ച് സങ്കടമൊക്കെ വരും. അതിപ്പോൾ ഞാൻ നിങ്ങളോട് ഇത്ര വലിയ ഡയലോഗൊക്കെ അടിച്ചാലും എനിക്കും ആ പ്രശ്നമുണ്ട്. ഈ വർഷം ഈ ചാനലിൽ ഏറ്റവും ആദ്യത്തെ വീഡിയോ ഇടുന്നതിന് മുമ്പുള്ള എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ എക്സാം, അതായത് മെയ് 5 ഒക്കെ ആകുമ്പോഴേക്കും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വർഷത്തെ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഈ 1000 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തി. അതുപോലെ 1000 നിന്ന് 2000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ ഒരു 6 ദിവസം എടുത്തുള്ളൂ. അതൊക്കെ കണ്ടപ്പോഴേക്ക് എൻ്റെ ഗോള് മാറി. അപ്പം ഞാൻ വിചാരിച്ചു മെയ് 5 ഒക്കെ ആകുമ്പോഴേക്കും ഒരു 5000 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമായിരിക്കും. പക്ഷേ 2000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ചാനലിൻ്റെ ഗ്രോത്ത് പതുക്കെ സ്ലോ ആയി. ഇങ്ങനെ പെട്ടെന്ന് ഗ്രോത്ത് കുറഞ്ഞപ്പം ഇമ്മീഡിയറ്റ്ലി എൻ്റെ ചിന്ത പോയത് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണോ ഇത് സംഭവിക്കുന്നതെന്ന്. ബേസിക്കലി ഐ വാസ് ട്രൈയിങ് ടു ഫൈൻഡ് എക്സ്ക്യൂസസ് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദ നെക്സ്റ്റ് വീഡിയോ ബെറ്റർ. ഇങ്ങനെ അധികം സമയം കളയാതെ ഞാൻ ആക്ച്വൽ റീസൺ തപ്പിപ്പോയി. അങ്ങനെ നോക്കിയപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഫോർ എക്സാമ്പിൾ, ഞാൻ കോച്ചിങ് സെൻറ്റർ ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ പറയുന്ന പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതെനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യായിരുന്നു. എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിലല്ല ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. അതുപോലെ അതിൻ്റെ ഡ്യൂറേഷനും ഭയങ്കര കൂടുതലായിരുന്നു. ഇതുപോലെ ഓരോ വീഡിയോയിലെയും പോരായ്മകൾ എന്താണെന്ന് സ്വന്തം ഞാൻ റിയലൈസ് ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറയുന്ന 5000 എത്തത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങളുടെ മാർക്കിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് നിങ്ങളുടെ പഠിത്തം മൂവ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഓരോ എക്സാമും കഴിഞ്ഞ് അതിൻ്റെ മിസ്റ്റേക്കൊക്കെ അനലൈസ് ചെയ്ത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്നത് തൊട്ടടുത്ത എക്സാമിൽ തന്നെ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ കാണത്തില്ല. നമ്മളൊരു കാര്യം ഇന്ന് തൊട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേ അതിൻ്റെ റിസൾട്ട് കാണത്തുള്ളൂ. അപ്പോൾ ആ റിസൾട്ടിലോട്ട് എത്താനുള്ള ക്ഷമ നിങ്ങൾക്ക് വേണം, ആ പേഷ്യൻസ് നിങ്ങൾക്ക് വേണം. ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് 1% വെച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളൊരു 25 ദിവസം ചെയ്താൽ 25% അല്ല ഇമ്പ്രൂവ് ചെയ്യുന്നത്, അത് കോമ്പൗണ്ട് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ ഡെയിലി 1% വെച്ച് ഇമ്പ്രൂവ് ചെയ്ത് പോകണമെങ്കിൽ സെൽഫ് ഡൗട്ട് കാരണം നിങ്ങളുടെ പഠിത്തത്തിൽ ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് സെൽഫ് ഡൗട്ടിനെ എടുത്ത് മനസ്സിൽ നിന്ന് പുറത്താക്കുക. പകരം കുറച്ച് പേഷ്യൻസ്, ക്ഷമ നമ്മുടെ മനസ്സിലോട്ട് കയറ്റുക. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഷോർട്ട് കട്ട്സിൻ്റെ പുറകെ പോകാൻ നോക്കുക. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി 0 to 700 in 30 days സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോസ് ഇടാം. ബട്ട് അത് പോസിബിൾ ആണെന്ന് എനിക്ക് തന്നെ സ്വയം ഒരു വിശ്വാസമില്ല. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറയുമ്പം നിങ്ങൾക്കൊരു ഫോൾസ് കോൺഫിഡൻസ് ആണ് ഞാൻ തരുന്നത്. അങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ചിലപ്പോൾ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുമായിരിക്കും. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്നോടുള്ളൊരു വിശ്വാസം അങ്ങ് ഇല്ലാതാവും. അതുപോലെ തന്നെ നിങ്ങളും പഠിത്തത്തിൽ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അത് 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അടുത്തൊരു ഷോർട്ട് കട്ട് തപ്പി പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് സമയമാണ് പോകുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഫൈനൽ ഗോളിലോട്ട് നിങ്ങൾ എത്തത്തില്ല. സോ ആ പേഷ്യൻസിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ആ പ്രോസസ്സിനോടുള്ളൊരു ബിലീഫും കൂടെ മനസ്സിൽ കയറ്റുക. രണ്ടാമത്തെ കാര്യം, ഈ പെൻഡിങ് ടോപ്പിക്സ് ഒക്കെ പഠിച്ച് തീരുമെന്നും അതുപോലെ മിസ്റ്റേക്സ് ഒക്കെ കുറേ ഉണ്ട്, ഇതെല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ടെൻഷനാണ്. ഈ ടെൻഷൻ എടുത്ത് മനസ്സിൽ നിന്ന് കളയരുത്. ഇതില്ലെങ്കിലും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ആ ടെൻഷൻ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിന് നല്ലൊരു എക്സാമ്പിളാണ് എൻ്റെ വൈഫ്. അവളും ഡോക്ടറാണ്. ഇപ്പം ഗൈനക്കോളജിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ടെൻഷൻ കൂടുന്നതിനനുസരിച്ച് അവളുടെ വർക്ക് റേറ്റും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കൂടും. കോച്ചിങ്ങിൻ്റെ സമയത്ത് ഈ ഫൈനൽ മന്തിൽ ഫൈനൽ മോഡൽ എക്സാംസിനൊക്കെ അവളുടെ റാങ്ക് ഒരു 2000 റേഞ്ചിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ഒരു ടോപ്പ് 1000-നുള്ളിൽ റാങ്ക് വന്നില്ലെങ്കിൽ ഗവൺമെന്റ് സീറ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ലാസ്റ്റ് മന്തിൽ അയ്യോ ഇത് കിട്ടുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ടെൻഷനുകൾ വരുമ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൊല്യൂഷൻ്റെ പുറകെ പോകുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. കൂടുതൽ പഠിക്കാനുള്ളതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി കുറച്ചുകൂടെ സ്ട്രോങ് ആയി അടുത്തൊരു ഗിയർ ഇട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കൊക്കെ പഠിത്തത്തെക്കുറിച്ചുള്ള ടെൻഷൻ വരുമ്പം അതിൻ്റെ കൂട്ടത്തിലും കുറേ ചിന്തകൾ വരും. നമ്മുടെ പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ, ചിലവായ കാശ്, ഫ്യൂച്ചർ എന്താവും, ഇതുപോലത്തെ കുറേ ചിന്തകളും അതിൻ്റെ കൂട്ടത്തിൽ വന്ന് അവസാനം മണിക്കൂറുകൾ ചിലപ്പോൾ നഷ്ടമാവും.
ഈ പറഞ്ഞ എക്സ്ട്രാ ചിന്തകളിലോട്ടൊന്നും അവൾ പോകത്തില്ലായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളും അതിലോട്ടൊന്നും പോകരുത്. അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് നമുക്ക് ആകെ കുറച്ച് സമയം നഷ്ടം വരുന്നതല്ലാതെ വേറെ ഒരു ഗുണവും. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ടെൻഷനൊക്കെ എക്സാം കഴിഞ്ഞിട്ട് മതി. സോ പഠിക്കാനുണ്ടല്ലോ എന്നുള്ള ടെൻഷൻ എപ്പോഴും നിങ്ങളുടെ കൂടെ വേണം. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന ബാക്കി ടെൻഷനുകളെ എല്ലാം എടുത്ത് പുറത്ത് കളയണം. അത് എത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങളുടെ എക്സാമിനെ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെല്ലാം എക്സാം തീരുന്നത് വരെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്താക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് കോൺഫിഡൻസ്. അതിപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ക്രാഷ് പ്രോഗ്രാം ചെയ്യുന്നവരാണെങ്കിലും ഫുൾ പോർഷൻ പഠിച്ചിട്ടിരിക്കുന്നവരാണെങ്കിലും ഇനിയിപ്പം ഹാഫ് പോർഷൻ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആളാണെങ്കിലും ഈ കോൺഫിഡൻസ് ആവശ്യമുണ്ട്. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന പോർഷൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് എന്തായാലും കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം പഠിക്കുന്ന സമയത്ത്. കോൺഫിഡൻസ് ഒരു പരിധി വരെ നമ്മൾ ആക്റ്റീവായിട്ട് ശ്രമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നുള്ള കാര്യം ക്ലിനിക്കലി പ്രൂവൺ ആണ്. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. പക്ഷേ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ആ എക്സാം ക്രാക്ക് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വാശിയിലാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കണ്ടിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യും. ആൻഡ് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അതേസമയം നിങ്ങൾ ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ഈ എക്സാം എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ചിന്തകൾ മൊത്തമെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും അത് വിശ്വസിക്കും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ പഠിത്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒക്കെ ഒരു സ്ട്രെസ് ആവും. ആ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങളെ ഓടി മാറാൻ വേണ്ടിയായിരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ശ്രമിക്കുക. അങ്ങനെ വരുമ്പം ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് ഉറക്കമൊക്കെ കൂടും. അതേപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാൻ തോന്നും. ബേസിക്കലി അവർ ബോഡി വിൽ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ടു ഫെയിൽ. സോ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചിന്തകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണെങ്കിൽ അവർ ബോഡി വിൽ പ്രിപ്പയർ ഫോർ എ ഫൈറ്റ്. അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണെങ്കിൽ അവർ ബോഡി വിൽ ബി പ്രിപ്പയറിംഗ് ടു ഫെയിൽ. ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനത്തെ കാര്യം നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെയാണ്. ഇത് രണ്ടും കൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ട് ഇത് രണ്ടും എടുത്ത് ദൂരെ കളയാം. എന്തായാലും നിങ്ങൾക്ക് ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ രണ്ട് സാധനങ്ങളും പതുക്കെ ഇല്ലാതാവും. അപ്പോൾ പിന്നെ എന്തിനാണ് അതുവരെ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പോഴേ അതിനെയൊക്കെ എടുത്തങ്ങ് കളഞ്ഞു. മുമ്പ് നിങ്ങളെക്കാട്ടും മാർക്ക് കുറവായിരുന്ന പിള്ളേരൊക്കെ ഇപ്പം ചിലപ്പോൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ബാക്കോട്ട് പോയി എന്നായിരിക്കില്ല, അവർ മുമ്പോട്ട് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ വർഷവും എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിലും ഈ ലാസ്റ്റ് മന്തൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് പേര് ഇമ്പ്രൂവ് ചെയ്ത് കയറും. അത് കാണുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആകാതെ അതൊരു മോട്ടിവേഷൻ ആക്കി മാറ്റണം. അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമുക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. അതേപോലെ തന്നെ ഇനിയുള്ള ഒരു മാസം നിങ്ങൾ ആരുമായിട്ടും കമ്പയർ ചെയ്യാനും പോകണ്ട. ഇതിന് മുമ്പ് അത് കുറച്ചൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉള്ളത് നല്ലതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ച് കളയാൻ നമുക്ക് സമയമില്ല. സോ ഇനിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മൈൻഡിൽ വരുത്തേണ്ട ചേഞ്ചസ് ഇതൊക്കെയാണ്. ഇനി ബാക്കിയുള്ളൊരു സ്റ്റെപ്പ് ആ മൈൻഡിന് ചുറ്റും ഒരു ഷീൽഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചെറിയ 3 പോയിന്റ്സ് ആണ്. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ മറ്റന്നാൾ പോസ്റ്റ് ചെയ്യാം. നാളെ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ലാസ്റ്റ് മന്ത് സ്ട്രാറ്റജി പോസ്റ്റ് ചെയ്യാം. അത് ഓൾറെഡി കുറച്ച് ഡിലേ ആയി എന്നറിയാം. അതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഓവറോൾ മെയിൻ സ്ട്രാറ്റജികളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു പോയതാണ്. അതെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ പറയുന്നതായിരിക്കും നാളത്തെ വീഡിയോ. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മെമ്പർഷിപ്പ് മറ്റന്നാൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു മെന്റർ എന്ന രീതിയിൽ ഞാൻ കൂടെ വേണമെന്നൊരു ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ you can consider subscribing to it. ഏപ്രിൽ 10 തൊട്ട് മെയ് 7-ാം തീയതി വരെ ആയിരിക്കും അതിൻ്റെ വാലിഡിറ്റി. നിങ്ങളുടെ എക്സാം കഴിയുന്ന അന്ന് തന്നെ നിർത്തി പോകത്തില്ല. ഇത്രയും ദിവസത്തേക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് 199 ആയിരിക്കും. ഈ ഒരു പ്രൈസ് വളരെ റീസണബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് 199 റുപ്പീസിന് ഞാൻ എൻ്റെ ഒരു 25 അവർ ടൈമാണ് മിനിമം ആയിട്ട് ഗ്യാരണ്ടി ചെയ്യുന്നത്. അത് മിനിമം ആണ്. വേറെയും കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെല്ലാം നാളത്തെ അനൗൺസ്മെന്റ് വീഡിയോയിൽ പറയാം. സാധാരണ പലരും ഓവർ പ്രോമിസ് ചെയ്തിട്ട് ആ പ്രോമിസിന്റെ ഒപ്പം എത്താൻ പറ്റാതെ പോകാറുണ്ട്. ഞാൻ നേരെ തിരിച്ചു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മിനിമം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യമാണ് ഈ 25 hours. അതിന് പുറമെ ലൈവ് ചാറ്റ് സപ്പോർട്ടും ആൻഡ് ലാസ്റ്റ് 2 weeks ഒക്കെ ആകുമ്പോഴേക്കും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഓപ്പൺ ആക്കി തരും. ഒരു ദിവസം 2 ലൈവ് സെഷൻസ് ഉണ്ടാവും, രാവിലെയും വൈകുന്നേരം. ആൻഡ് 1 hour കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അത് കാണേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഉദ്ദേശം ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ ഒരു സപ്പോർട്ട് തരിക എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിത്തത്തിൽ നിന്ന് ട്രാക്ക് ഔട്ട് ആയി പോകാതെ നോക്കുക എന്നുള്ളതാണ് ഈ മെമ്പർഷിപ്പിന്റെ ലക്ഷ്യം. അതുകൊണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഈ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടണിന് സൈഡിലായിട്ട് ജോയിൻ എന്നൊരു ബട്ടണും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ചിലപ്പം ഇപ്പം എനേബിൾ ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അത് എനേബിൾ ആവും. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നാളത്തെ അനൗൺസ്മെന്റ് വീഡിയോയിൽ പറയാം. ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 199 റുപ്പീസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ കൂടെ വെക്കണം എക്സാമിൻ്റെ അന്ന് വരെ.